ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും അതേപോലെ തന്നെ തീംസും ആണ്. ഓക്കെ, ദിവസങ്ങളും അതേപോലെ തന്നെ അതിന്റെ പ്രമേയങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഈ PSC എക്സാംസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് 2023-ലെയും 2024-ലെയും തീംസുകൾ തമ്മിലൊക്കെ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് സെറ്റ് ആക്കലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്ര വലിയ നല്ല കോഴ്സുകളൊന്നും അല്ല, എന്നാലും നമുക്ക് ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ആർമി ഡേ ആണ് കേട്ടോ. ജാനുവരി 15-നാണ് കരസേന ദിനം അല്ലെങ്കിൽ ആർമി ഡേ. അപ്പൊ നമ്മുടെ ആർമി എന്നൊക്കെ പറയുന്നത് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം അല്ലെ. അതായത് ഒരു വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള മാസം ജാനുവരി മാസം, ആ ഒരു മാസത്തിന്റെ പകുതി ആകുമ്പോഴേക്കും നമ്മുടെ ആർമിയൊക്കെ റെഡി ആയിട്ട് നിൽക്കണം എന്ന് ഓർക്കുക കേട്ടോ. എന്തെങ്കിലും യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ റെഡി ആയിട്ട് നിൽക്കണം എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പൊ ജാനുവരി 15-നാണ് ആർമി ഡേ എന്നുള്ളത് എല്ലാവരും ഓർത്ത് വെക്കുക. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സിനല്ല അധികം ഫോക്കസ് കൊടുക്കുന്നത്. അത് നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. നമ്മളിവിടെ പ്രമേയത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി 2024-ലെ കരസേന ദിന പരേഡിന്റെ വേദിയാകുന്ന നഗരം ലക്നൗ ആണ്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. 2024 കരസേന ദിന പരേഡിന് വേദിയാകുന്ന നഗരം ഏതാണ്? ലക്നൗ. അടുത്തത് ലോക തണ്ണീർത്തട ദിനമാണ്. എന്നാൽ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ് അല്ലെ. ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ രണ്ട് കണ്ണീന്നും തണ്ണി വരും, വെള്ളം വരും എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ 2-ാം ദിവസവും 2-ാം മാസവുമാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് 2024-ലെ പ്രമേയവും 2023-ലെ പ്രമേയം. ഇതായിരിക്കും മിക്കവാറും എല്ലാവർക്കും എക്സാമിനൊക്കെ ഇരിക്കുന്ന സമയത്ത് തെറ്റിപ്പോവാ അല്ലെ. അല്ലെങ്കിൽ ഓപ്ഷനിൽ ഈ പറഞ്ഞ പോലെ 2024, 2023, 2022 ഇതിന്റെയൊക്കെ പ്രമേയങ്ങളായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം. 2024-ലെ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, അതായത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2023-ൽ എന്തായിരുന്നു? പുനർസ്ഥാപനത്തിനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. അപ്പൊ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർക്കാം. ആദ്യം തന്നെ ഈ വെറ്റ്ലാൻഡ്സ് അല്ലെങ്കിൽ തണ്ണീർത്തടമൊക്കെ പുനർസ്ഥാപിക്കുക അല്ലെ. എല്ലാം ഒന്ന് റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ പുനർസ്ഥാപിക്കുക. നമ്മുടെ തണ്ണീർത്തടമൊക്കെ പുനർസ്ഥാപിക്കുക. അതിനുശേഷം എന്ത് പറ്റും? മനുഷ്യന് ക്ഷേമം വരും അല്ലെ. മനുഷ്യനെല്ലാം നല്ല വെൽബീയിങ് വരും, ക്ഷേമം വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യാട്ടോ, അതൊക്കെ ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ആദ്യം തണ്ണീർത്തടം അല്ലെങ്കിൽ തണ്ണീർത്തടമൊക്കെ ആദ്യം പുനർസ്ഥാപിക്കുക, റീസ്റ്റോർ ചെയ്യുക. അതിനുശേഷമാണ് മനുഷ്യന് ക്ഷേമം വരുന്നത്, വെൽബീയിങ് വരുന്നത്. അപ്പൊ 2023-ഉം 2024-ഉം തമ്മിൽ ഒരു കണക്ഷൻ കൊടുത്തു. നിങ്ങളുടെ മൈൻഡിൽ കയറി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോ 2024-ലെ പ്രമേയം എന്ന് പറയുന്നത് എന്താ? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2023-ൽ എന്താ? പുനർസ്ഥാപനത്തിനുള്ള സമയമായി. അപ്പൊ പുനർസ്ഥാപിച്ചു കഴിയുമ്പോൾ മനുഷ്യന് ക്ഷേമം വരും എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി ലോക ക്യാൻസർ ദിനം എന്ന് പറയുന്ന ഫെബ്രുവരി 4-ആണ് കേട്ടോ. അറിഞ്ഞു വെച്ചേക്കുക. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് 2022-ലും 2023-ലും 2024-ലും സെയിം തന്നെയാണ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് കേട്ടോ. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. അപ്പോൾ മാക്സിമം കെയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് കുറയ്ക്കുക അല്ലെ. അപ്പൊ മാക്സിമം കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ, ലോക ക്യാൻസർ ദിനത്തിന്റെ. അടുത്ത നോക്കാം. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്. ഫെബ്രുവരി 28-നാണ് ദേശീയ ശാസ്ത്ര ദിനം എന്ന് പറയുന്നത് കേട്ടോ, ഫെബ്രുവരി 28. ഇനി 2023-ലെ തീം എന്താ? ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിന്. ഓക്കെ, ഇനി 2024-ലെ എന്താ? വികസിത ഭാരതത്തിനായിട്ട് തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. ഓക്കെ, അപ്പൊ ആദ്യം മനസ്സിലാക്കുക. 2023-ല് ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിന്. അപ്പൊ ആദ്യം ലോകത്തിന്റെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ശാസ്ത്രം ഉപയോഗിച്ചു അല്ലെ. പിന്നെ ഇപ്പൊ എന്താ റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ ഭാരതത്തിന്റെ വികസനത്തിനായിട്ടാണ് ഇപ്പൊ സാങ്കേതിക വിദ്യകളൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ചന്ദ്രയാൻ 3-ന്റെ കേസുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം ലോകക്ഷേമത്തിന്, അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഭാരതം മുന്നേറിക്കൊണ്ട് വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തു വയ്ക്കാം. ആഗോള ശാസ്ത്ര ലോകക്ഷേമത്തിന്. പിന്നെ 2024-ല് വികസിത ഭാരതത്തിനായിട്ട് തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. അപ്പൊ നമ്മുടെ ഭാരതം 2024-ലെ കേസ് കേട്ടോ, ഒന്ന് ഓർത്തു വെക്കണേ. ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാം. അടുത്ത് നോക്കാം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വന്യജീവികൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ ആമയും മുയലിനെയും കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിൽ ആമയും മുയലിനെയും നമുക്കൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ആമയും മുയലും 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോഴാണ്
അല്ലേ അവരുടെ ഓട്ട മത്സരമൊക്കെ ആ കഥയൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പൊ 1, 2, 3 അപ്പൊ ആ 3 ആണ് വരുന്നത് കേട്ടോ. ആ 3 വെച്ചിട്ടാണ് നമ്മുടെ ദിവസവും മാസവും വരുന്നത്. മാർച്ച് 3 കണ്ടോ മാർച്ച് എന്ന് പറയുന്നത് 3-ാം മാസം. അപ്പൊ മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. അപ്പൊ ആമയും മുയലിനെയും കഥ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഇനി ഈ പറഞ്ഞ പോലെ അവരുടെ കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞു. അവസാനം അവര് ഒരു പാർട്ട്ണർഷിപ്പില് ഇന്നോവ കാറ് വാങ്ങിച്ചു എന്ന് ഓർക്കാട്ടോ. അവരൊരു പാർട്ട്ണർഷിപ്പില് ഇന്നോവ കാറ് വാങ്ങിച്ചു. അപ്പൊ ഇന്നോവ കാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി 2 പ്രമേയങ്ങൾ നോക്കാം. പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് 2023 പ്രമേയം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. പാർട്ട്ണർഷിപ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. 2024 പ്രമേയം എന്താ? ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പര്യവേക്ഷണം ചെയ്യുക. ഡിജിറ്റൽ ഇന്നോവേഷൻ. അപ്പോൾ അവർ പാർട്ട്ണർഷിപ്പിൽ ഒരു ഇന്നോവ കാറ് വാങ്ങിച്ചു എന്നുള്ള കാര്യം മൈൻഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പര്യവേക്ഷണം ചെയ്യുക. കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ 5 ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വേഗം നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു? ആദ്യം കരസേന ദിനം പറഞ്ഞു അല്ലെ? കരസേന ദിനത്തിന്റെ 2024 കരസേന ദിന പരേഡിന്റെ വേദിയാകുന്ന നഗരം ലക്നൗ ആണ്. ഫെബ്രുവരി 2 പറഞ്ഞു ലോക തണ്ണീർത്തട ദിനം. തണ്ണീർത്തടം ആദ്യം പുനഃസ്ഥാപിക്കുക. അതിനുശേഷം മനുഷ്യന് ക്ഷേമം വരും. തണ്ണീർത്തടം പുനഃസ്ഥാപിക്കുക. അതിനുശേഷം മനുഷ്യന് ക്ഷേമം വരും എന്ന് പറഞ്ഞു അല്ലെ? ഇനി ക്യാൻസർ ദിനത്തിന്റെ എന്താ പറഞ്ഞ? ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളത് പറഞ്ഞു. ദേശീയ ശാസ്ത്ര ദിനം ആദ്യം ലോകക്ഷേമം, അതിനുശേഷം ഭാരതത്തിന്റെ വികസിത വികസിത ഭാരതം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക അല്ലെ? ഇനി മാർച്ച് 3 നമ്മൾ എന്താ പറഞ്ഞ? ലോക വന്യജീവി ദിനം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പില് ആമയും മുയലും ഇന്നോവ കാറ് വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? ലോക വന്യജീവി ദിനമാണ്. അത് മാർച്ച് 3 അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? നമ്മുടെ ആമയും മുയലും പാർട്ട്ണർഷിപ്പ് ഒക്കെ ഇട്ട് ഒരു ഇന്നോവ കാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷനും അതേപോലെ തന്നെ ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പര്യവേക്ഷണം ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കാം. ലോക വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 ലോക വനിതാ ദിനം അല്ലെ? ഇനി 2023 പ്രമേയം നോക്കിയേ. ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി. 2024 എന്താ വന്നിട്ടുള്ളത്? ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കാം. ആദ്യം ജെൻഡർ ഇക്വാലിറ്റി വേണം എന്ന് പറഞ്ഞു അല്ലെ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇക്വാലിറ്റി വേണം എന്നുള്ള രീതിക്ക് ആദ്യം പറഞ്ഞു. അതിനുശേഷം പതുക്കെ പതുക്കെ വുമണിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ വെറുതെ ഓർക്കുക കേട്ടോ. പിന്നെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ആദ്യം രണ്ടുപേരും തുല്യരാണ്. അതിനുശേഷം വുമണിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ 2023 എന്താ? ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി. 2024 എന്താ? ഇൻവെസ്റ്റ് ഇൻ വിമൻ പ്രോഗ്രസ് അല്ലെ? വുമണിന് പ്രോഗ്രസ് വരുന്ന രീതിയിൽ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തു എന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. അടുത്ത് നോക്കാം. മാർച്ച് 15 എന്ന് പറയുന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് കേട്ടോ. കൺസ്യൂമേഴ്സ് ഡേ ആണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. അപ്പൊ 2023 തീം എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദി എറ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ്. ഓക്കെ, നമുക്കറിയാം 2023 ഇ കൊമേഴ്സും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രേഡിന്റെ ഒക്കെ പുറകിലായിരുന്നു അല്ലെ? 2024 ആയപ്പോ എന്ത് പറ്റി? എല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു രീതിയിലോട്ട് എത്തിയില്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദി എറ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ് ആണ് 2023. 2024 വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്തവുമായിട്ടുള്ള AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ കൺസ്യൂമേഴ്സ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം കോഡല്ല, നമ്മൾ ചെറിയൊരു കണക്ഷൻ, ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് 2023 2024 ആയിട്ടൊക്കെ ഒന്ന് ചെറിയൊരു കണക്ഷൻ കൊടുത്ത് പഠിച്ചു നോക്കാം. ഇപ്പൊ 2023 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ദി ഇയർ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ്. 2024 ആയപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു അല്ലെ? ഇനി മാർച്ച് 21 മാർച്ച് 21 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വനദിനമാണ് കേട്ടോ. അന്താരാഷ്ട്ര വനദിനം. അതിൽ 2023 തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് ആണ്. 2024 എന്താ? ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, അന്താരാഷ്ട്ര വനദിനം അല്ലെ? വനദിനം, ഫോറസ്റ്റ് ഡേ ആണ്. അപ്പൊ വനദിനം. അപ്പോൾ ആദ്യം നമുക്ക് ഫോറസ്റ്റിലൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് നന്നാവണം എന്ന് ഓർക്കാം. അതിനുശേഷം നമ്മൾ ഇന്നോവ കാർ ഓടിച്ചിട്ട് എവിടേക്ക് പോയി? ഫോറസ്റ്റിലേക്ക് പോയി എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഹെൽത്ത്, അതിനുശേഷം ഇന്നോവ കാർ ഓടിച്ചിട്ട് ഫോറസ്റ്റിലേക്ക് പോയി എന്നുള്ളത് ഓർക്കാം കേട്ടോ. പിന്നെ ഇന്നോവേഷൻ, അന്താരാഷ്ട്ര വനദിനം. അപ്പൊ നമ്മുടെ ഇന്നോവ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇന്നോവ പറഞ്ഞിരുന്നല്ലോ. അതെന്തിന്റെ ആയിരുന്നു? നമ്മൾ പറഞ്ഞു മാർച്ച് 3 നമ്മുടെ ആമയും മുയലിന്റെയും കഥയിൽ നമ്മൾ പറഞ്ഞു അല്ലെ? അവര്
പാർട്ട്നേഴ്സായിട്ട് ഇന്നോവ കാർ വാങ്ങിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അത് തെറ്റിപ്പോകരുത് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കണേ. ഒരു പ്രാവശ്യം കൂടെയൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് സെറ്റാക്കണം. ഓക്കെ. അടുത്ത് നോക്കാം മാർച്ച് 22. മാർച്ച് 22 എന്ന് പറയുന്നത് ലോക ജലദിനമാണ് കേട്ടോ. ലോക ജലദിനം. ഓക്കെ. 2023 എന്താ ആക്സിലറേറ്റിംഗ് ചേഞ്ച് ആണ്. 2024 എന്താ വാട്ടർ ഫോർ പീസ് ആണ്. വാട്ടർ ഫോർ പീസ് ആണ് കേട്ടോ 2024. ഫസ്റ്റ് ഓർക്കാം നമ്മുടെ ജലദിനം അല്ലെ വാട്ടർ ഡേ ആണ്. അപ്പോൾ ജലം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു നന്നായിട്ട് നമ്മൾ ജലമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറെ ചേഞ്ചസ് ഒക്കെ വരും അല്ലെ. നമ്മുടെ സ്കിൻ നല്ല എന്താ പറയാ ഗ്ലോ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറെയൊക്കെ മാറി കിട്ടും. അപ്പൊ ജലത്തിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നല്ല ചേഞ്ച് ഉണ്ടാവും എന്ന് ഓർക്കുക. ഓക്കെ. നമ്മുടെ മാറ്റങ്ങളെയൊക്കെ ആക്സിലറേറ്റ് ചെയ്യും. അതാണ് 2023 തീം എന്ന് പറയുന്നത്. വെള്ളം കുടിച്ചാൽ നന്നായിട്ട് നമുക്ക് ചേഞ്ച് വരും എന്ന് ഓർക്കാം. ഇനി അപ്പൊ നമുക്ക് കുറച്ച് സമാധാനം വരും അല്ലെ. നമ്മുടെ അസുഖമൊക്കെ മാറി നമുക്ക് നല്ല ചേഞ്ച് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം വരും, പീസ് വരും എന്ന് ഓർക്കാം. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ തീം വരുന്നത്. 2023 എന്താണ് ആക്സിലറേറ്റിംഗ് ചേഞ്ച്. 2024 എന്താ വാട്ടർ ഫോർ പീസ്. 2023 ആക്സിലറേറ്റിംഗ് ചേഞ്ച്, 2024 വാട്ടർ ഫോർ പീസ്. കിട്ടുന്നുണ്ടല്ലോ സമാധാനം എന്നുള്ളത് കേട്ടോ. അടുത്ത് നോക്കാം ലോക കാലാവസ്ഥ ദിനം. എന്നാണ് ലോക കാലാവസ്ഥ ദിനം? മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനം. അപ്പൊ നമുക്കിനി അതിന്റെ പ്രമേയം നോക്കാം. 2023 പ്രമേയം എന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ ഓഫ് വെദർ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻസ്. ദ ഫ്യൂച്ചർ ഓഫ് വെദർ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻസ്. ഓക്കെ. 2024 എന്താ കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴും നമ്മുടെ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വെതർ, അല്ലെങ്കിൽ ഭാവിയിൽ ഇനി എന്തോരം ചൂടൊക്കെ വരും അല്ലെ. നല്ല ചൂടുള്ള മാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കാറില്ലേ ഇനി ചൂട് കൂടി കൂടി ഒരുവിധം ആവുമല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കാറില്ലേ. അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് അല്ലെ. നമ്മുടെ വെതറിനെ കുറിച്ചും അതിന്റെ ക്ലൈമറ്റിന്റെ ഒക്കെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആവുമല്ലോ, അപ്പൊ നമ്മളെല്ലാവരും മുൻനിരയിലേക്ക് വരണം അല്ലെ. ഇതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻനിരയിലേക്ക് വരണം എന്നൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 2023 എന്താണ് പ്രമേയം? നമ്മൾ കാലാവസ്ഥയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കും അല്ലെ. അപ്പൊ ഫ്യൂച്ചർ ഓഫ് വെദർ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും മുൻനിരയിലേക്ക് വന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നുള്ളതാണ് 2024 തീം എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് സെറ്റ് ആക്കണം കേട്ടോ. പെട്ടെന്ന് മൈൻഡിൽ കയറണം എന്നില്ല, കാരണം പ്രമേയമല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി മാർച്ച് 24 എന്ന് പറയുന്നത് ലോക ക്ഷയരോഗ ദിനമാണ് കേട്ടോ. ക്ഷയരോഗ ദിനമാണ്. അപ്പൊ അത് സെയിം ആണ്. 2023 2024 സെയിം തന്നെയാണ്. യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. യെസ് വി ക്യാൻ എൻഡ് TB, ട്യൂബർക്യുലോസിസ് കേട്ടോ. ക്ഷയരോഗം നമുക്ക് എൻഡ് ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്. അടുത്ത് നോക്കാം ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ ദിനം എന്ന ഏപ്രിൽ 7 ഓക്കെ. ലോക ആരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 7 അപ്പൊ 2023 പ്രമേയം നമുക്ക് നോക്കാം. ഹെൽത്ത് ഫോർ ഓൾ ആണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെ. എല്ലാവരുടെയും ഹെൽത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഓർക്കാം. ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഹെൽത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് ഇരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. എന്നിട്ട് നമ്മുടെ സ്വന്തം കാര്യം പ്രാർത്ഥിക്കാം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം എല്ലാവർക്കും വേണ്ടിയിട്ട്, പിന്നെ സ്വന്തം കാര്യം. അപ്പൊ 2023 നോക്കി ഹെൽത്ത് ഫോർ ഓൾ. 2024 എന്താ എന്റെ ആരോഗ്യം എന്റെ അവകാശം കേട്ടോ. ആദ്യം ഓള്, പിന്നെ എന്റെ ആരോഗ്യം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക കേട്ടോ. അടുത്ത് നോക്കാം ലോക ഭൗമദിനം. ലോക ഭൗമദിനം ഏപ്രിൽ 22 ലോക ഭൗമദിനം എന്ന് പറയുന്നത് കേട്ടോ. 2023 പ്രമേയം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അപ്പൊ 2023 ജസ്റ്റ് ഒന്ന് ഓർക്കാം, എല്ലാം നമ്മുടെ പ്ലാനറ്റ് ആയിട്ടുള്ള എർത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാം കൊണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് ഇട്ടേക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ ഓർക്കാം. 2024 ആയപ്പോ എന്ത് പറ്റി? എല്ലാവരും വന്ന് നമ്മുടെ പ്ലാനറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം നമ്മുടെ പ്ലാനറ്റിൽ നിറച്ച് പ്ലാസ്റ്റിക് ആയി വന്നു എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ 2024 എന്താ വരുന്നത്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. അപ്പൊ 2023 എന്താ? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. 2024 എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. അടുത്ത് നോക്കാം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഡേ ആണ് കേട്ടോ. മെയ് 22 ബയോഡൈവേഴ്സിറ്റി ഡേ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. 2023 തീം എന്ന് പറയുന്നത് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ദി ബയോഡൈവേഴ്സിറ്റി അല്ലെ. ജൈവ വൈവിധ്യ ദിനമാണ്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരണം. അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബിൽഡ് ബാക്ക് ദി ബയോഡൈവേഴ്സിറ്റി, അതാണ് 2023. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പ്ലാൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ആ പ്ലാൻ ആണ് നമ്മുടെ 2024 പറയുന്നത് ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. അങ്ങനെ ഒന്ന് ആലോചിക്കാലോ അല്ലെ. അപ്പൊ 2023 എന്താ? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി തിരിച്ചു കൊണ്ടുവരണം, ബിൽഡ് ബാക്ക് ദി ബയോഡൈവേഴ്സിറ്റി.
ഓക്കെ, 2024 എന്താ? ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. കിട്ടുന്നുണ്ടല്ലോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അടുത്ത് നോക്കാം, ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം എന്ന ജൂൺ 5-നാണ്. ഓക്കെ, അതിന്റെ പ്രമേയം നോക്കാം. 2023 പറയുന്നത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 എന്താ? സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2024 എന്താ? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഓക്കെ, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ് 2024 പറയുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ലോക പരിസ്ഥിതി ദിനമാണ് അല്ലെ. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി കളയുക എന്നുള്ള രീതിയിലൊന്ന് ഓർക്കാം കേട്ടോ. പ്ലാസ്റ്റിക് ഒക്കെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് കളയുക എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ 2023 എന്താ പറയുന്നത്? പ്ലാസ്റ്റിക് അല്ലെ, സൊല്യൂഷൻസ് ആയപ്പോ എന്ത് വന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. വെറുതെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവരും കാണുക. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആധിപത്യം വഹിച്ചിട്ടുള്ള രാജ്യം ഐവറി കോസ്റ്റ് ആണ്. അതൊന്നും അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. അപ്പൊ 2023 എന്താ? സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് എവിടെ കൊണ്ടുപോയി കളയണം? മരുഭൂമിയിൽ അല്ലെ. അപ്പൊ മരുഭൂവൽക്കരണം. 2024 എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം എന്നുള്ളതാണ് കേട്ടോ. അടുത്ത് നോക്കാം, അന്താരാഷ്ട്ര യോഗ ദിനം. എന്ന് അന്താരാഷ്ട്ര യോഗ ദിനം? ജൂൺ 21 കേട്ടോ. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനം. 2023 പ്രമേയം എന്ന് പറയുന്നത് യോഗ ഫോർ വസുദേവക കുടുംബകം. ഓക്കെ, 2024 എന്താ? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അപ്പൊ ആദ്യം നമ്മൾ പറയില്ലേ, നമ്മുടെ കുടുംബം നന്നാക്കണം, അത് കഴിയുമ്പോൾ നമ്മുടെ സൊസൈറ്റി നന്നാവും അല്ലെ. അപ്പൊ ആദ്യം കുടുംബകം, പിന്നെ സൊസൈറ്റി. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് യോഗ ചെയ്യാന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ 2023 എന്താണ്? ആദ്യം കുടുംബം അല്ലെ, അതിനുശേഷം സൊസൈറ്റി. 2024 യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്യാം. കരസേനാ ദിനം ജാനുവരി 15. 2024 കരസേനാ ദിന പരേഡിന്റെ വേദിയാകുന്ന നഗരം ലക്നൗ ആണ്. പിന്നെ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ്. അപ്പൊ 2023 എന്താ? തണ്ണീർത്തടം ആദ്യം പുനഃസ്ഥാപിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം? മനുഷ്യന് ക്ഷേമം വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് ആണ് അതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞ? ലോകം ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ് അല്ലെ. അതിനുശേഷം ഇപ്പൊ ഭാരതവും മുന്നേറിക്കൊണ്ട് വരികയാണ്. അപ്പൊ ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിന് ആദ്യം, അതിനുശേഷം 2024 വികസിത ഭാരതത്തിനായിട്ട് തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. പിന്നെ നമ്മൾ പറഞ്ഞത് ലോക വന്യജീവി ദിനം മാർച്ച് 3, നമ്മുടെ ആമയുടെ മുയലിന്റെ ഒക്കെ കഥ അല്ലെ. അവർ അവസാനം പാർട്ട്നേഴ്സായി ഇന്നോവ കാറൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. അപ്പൊ ആദ്യം ജെൻഡർ ഇക്വാലിറ്റി വേണം എന്ന് പറഞ്ഞു. ഡിജിറ്റോൾ കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡിജിറ്റോൾ ഇന്നോവേഷൻ ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി. അതിനുശേഷം വുമണിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വെറുതെ ഓർക്കുക കേട്ടോ. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. അടുത്തത് ലോക ഉപഭോക്തൃ അവകാശ ദിനം. 2023 ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. 2024 ആയപ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് ഓർക്കാം. പിന്നെ മാർച്ച് 21 അന്താരാഷ്ട്ര വന ദിനമാണ്. അപ്പൊ ആദ്യം ഹെൽത്ത് ഒക്കെ നന്നായി കഴിയുമ്പോൾ നമ്മൾ ഇന്നോവ കാറിൽ വനത്തിൽ പോയി, ഫോറസ്റ്റിലേക്ക് പോയി എന്ന് ഓർക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് ലോക ജലദിനമാണ് മാർച്ച് 22-ന്. അപ്പോൾ ജലം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വരും അല്ലെ. അപ്പൊ ആക്സിലറേറ്റിംഗ് ചേഞ്ച്, അപ്പൊ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. 2024 വാട്ടർ ഫോർ പീസ് ആണ്. ഇനി മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനമാണ്. 2023 എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് ഭയങ്കര അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കാറുണ്ട് അല്ലെ. ഫ്യൂച്ചർ ഓഫ് വെതർ, ക്ലൈമറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുൻനിരയിലേക്ക് വരണം. അതിന്റെ നല്ല വശത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുൻനിരയിലേക്ക് വരണം എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ, അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. പിന്നെയുള്ളത് ലോക ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതാണ്. ഏപ്രിൽ 7-നാണ് ലോക ആരോഗ്യ ദിനം. അപ്പൊ ആദ്യം എല്ലാവരുടെയും ആരോഗ്യം ശരിയാവണം, അത് കഴിഞ്ഞിട്ട് എന്റെ ആരോഗ്യം ശരിയാവണം എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ ഹെൽത്ത് ഫോർ ഓൾ. പിന്നെ 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ്. പിന്നെ ഏപ്രിൽ 22 ലോക ഭൗമ ദിനം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിൽ എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ എല്ലാവരും കൊണ്ടുപോയിട്ട് നമ്മുടെ പ്ലാനറ്റിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ പിന്നെ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആയി 2024 കേട്ടോ. ഇനി മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എല്ലാം തിരിച്ചു കൊണ്ടുവരണം അല്ലെ. ബിൽഡ് ബാക്ക് ദി ബയോഡൈവേഴ്സിറ്റി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ നമ്മൾ ചെയ്യണം. ബി പാർട്ട് ഓഫ് ദി പ്ലാൻ ആണ് 2024 വരുന്നത്. ലോക പരിസ്ഥിതി ദിനം എന്താ? ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പരിസ്ഥിതി നിറച്ച് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഇടണം എന്ന് ഓർക്കാം. അപ്പോൾ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് 2023. 2024 എന്താ? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള അന്താരാഷ്ട്ര യോഗ ദിനമാണ്.
അപ്പൊ അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് കുടുംബം നന്നാവുകയാണെങ്കിൽ സൊസൈറ്റി നന്നാവും അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് യോഗ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ യോഗ ഫോർ വസുദേവക കുടുംബകം 2024 പറഞ്ഞിട്ടുള്ളത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ തീംസ് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെയുണ്ട്, ഇനി ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചധികം പേര് ഈ ഒരു ടോപ്പിക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സും കൂടെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.